ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാന്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു സീസണാണ് ഇത്തവണത്തെ ISL സീസൺ. നമുക്കറിയാം, ഷീൽഡ് നേടിയത് അവരാണ്, കപ്പ് നേടിയത് അവരാണ്, ഒട്ടുമിക്ക പുരസ്കാരങ്ങളും റെക്കോർഡുകളും ഒക്കെ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. ISL ഇപ്പോൾ ഒഫീഷ്യലായിക്കൊണ്ട് ടീം ഓഫ് ദി ഇയർ അഥവാ ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരാൾക്ക് പോലും ഇടം നേടാൻ ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ടീം ഓഫ് ദി സീസൺ നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് മോഹൻ ബഗാന്റെ വിശാൽ കെയ്ത്താണ്. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. 15 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, വിംഗ് ബാക്കുമാരായിക്കൊണ്ട് മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസ് അവിടെയുണ്ട്, അദ്ദേഹമാണ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ബംഗളൂരു FC രാഹുൽ ബാക്കയാണ് മറ്റൊരു വിംഗ് ബാക്ക് ആയിക്കൊണ്ട് വരുന്നത്. സെന്റർ ബാക്ക് പൊസിഷനിൽ വരുന്നത് മോഹൻ ബഗാന്റെ ആൽബർട്ടോ റോഡ്രിഗസ് ആണ്. അതുപോലെ തന്നെ FC ഗോവയുടെ സന്ദേശ് ജിങ്കൻ വരുന്നു. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെന്നൈയിൻ FC കോണർ ഷീൽഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗളൂരു FC ആൽബർട്ടോ നൊഗുവേര വരുന്നു. അതുപോലെ തന്നെ ജംഷഡ്പൂരിന്റെ ഹാവി ഹെർണാണ്ടസ് വരുന്നു. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജേസൺ കമ്മിങ്സ്, മോഹൻ ബഗാന്റെ താരമാണ്, അദ്ദേഹം അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ സ്ട്രൈക്കറായ സുനിൽ ഛേത്രി വരുന്നു. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ അലാദീൻ അജാറിയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ISL ടീം ഓഫ് ദി സീസൺ ആയിക്കൊണ്ട് ഇപ്പോൾ വരുന്നത്. പരിശീലകനായിക്കൊണ്ട് ഹൊസെ മൊളീനയാണ്. അക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു സീസണാണ് ഇത്തവണത്തേത്. അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ആർക്കും ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.